ഹലോ അമൽ ഇൻസ്പയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും ഒരു കായിക വിനോദത്തിനുപരി എല്ലാ ആളുകൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഗെയിം. പലപ്പോഴും സ്നേഹബന്ധങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാംസ്കാരിക വേദിയായിട്ട് വേൾഡ് കപ്പിന്റെ സമയങ്ങൾ ഒക്കെ അത് മാറാറുണ്ട്. എന്നാൽ ഫുട്ബോളിന്റെ എല്ലാ സൗന്ദര്യത്തെയും എല്ലാ അന്തസ്സിനെയും തല്ലിക്കെടുത്തുന്ന രീതിയിൽ നമ്മളെ നാട്ടിൽ കുറച്ച് ടീം ഉണ്ട്. ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സെവൻസ് ഫുട്ബോളിനെ കുറിച്ചാണ്. ഇത് പറയുമ്പോൾ സെവൻസ് ഫുട്ബോളിന്റെ അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, സംഘടിപ്പിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ എന്നെ തെറി പറയാൻ വരുമെന്നറിയാം. പക്ഷെ ഞാനൊരു റിയൽ ഫാക്റ്റാണ് പറയുന്നത്. നിങ്ങളെ ഗ്രൗണ്ടിലെ അക്രമം കണ്ടിട്ട് എനിക്ക് സഹിക്ക വയ്യാതെ കളി കാണൽ നിർത്തി. എനിക്ക് മതിയായിട്ടുണ്ട്. പ്രിയപ്പെട്ട സെവൻസ് ഫുട്ബോൾ ആരാധകരെ, നിങ്ങൾ കാണുന്നത് സെവൻസ് ഫുട്ബോൾ അല്ല. നിങ്ങൾ പോകുന്നത് സെവൻസ് ഫുട്ബോൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ അക്രമവാസന പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തെളിവാണ് സെവൻസ് ഫുട്ബോൾ കാണുമ്പോൾ ഞാൻ ഏറ്റവും തവണ ഗ്രൗണ്ടിൽ മുഴങ്ങിക്കേട്ടത് കേറി അടിക്കടാ, കുത്തടാ, വെട്ടടാ. ഏറ്റവും കൂടുതൽ ഫൗള് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാവുക. അപ്പൊ അതൊന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ ഉള്ളിലെ അക്രമവാസന ഉണ്ടല്ലോ, വയലന്റ് മോഡ് ഉണ്ടല്ലോ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു വേ ഓഫ് ടെക്നിക്കാണ് നിങ്ങൾ ഇതിലൂടെ കാണിച്ചു കൂട്ടിയത്. നമ്മൾ സെവൻസ് എന്നും ഫൈവ്സ് എന്നും പേരിട്ട് വിളിക്കുന്ന ഈ കളിയിൽ നിന്നും വളരെ ക്രൂരമായ പരിക്കുകളേറ്റ്, വളരെ ക്രൂരമായിട്ടുള്ള ഫൗളിന് വിധേയമായിട്ട്, ടാക്ലിങ്ങിന് വിധേയമായി എത്ര നല്ല ടാലന്റ്ഡ് ആയിട്ടുള്ള കളിക്കാരാണ് എക്കാലത്തേക്കും ഫീൽഡ് ഔട്ട് ആയിട്ട് പോയത്. കഴിഞ്ഞ വർഷം ബല്ലാക്ക് എന്ന നൈജീരിയക്കാരന് കുത്തുകൊണ്ട്, അതും മുട്ടും കൈ കൊണ്ട് കുത്തുകൊണ്ടിട്ട് നാവിറങ്ങിപ്പോയിട്ട് മരണത്തോട് മല്ലടിച്ചത് നിങ്ങൾ മറന്നുപോയോ? പെരിന്തൽമണ്ണയില് റഫറിമാരെ പൊതിരെ തല്ലിയിട്ട് ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അത്? മറ്റൊരു കളിയില് ഒരു പ്ലെയറിന്റെ കാല് ചവിട്ടി ഒടിച്ചത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതൊക്കെ? അപ്പോഴും നിങ്ങൾ ഗാലറിയിൽ ഇരുന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് റോമക്കാരുടെ പഴയ ഹിസ്റ്ററി അറിയോ? അന്നത്തെ സ്റ്റേഡിയങ്ങളായിട്ടുള്ള കൊളോസിയങ്ങളിൽ ആളുകൾ ഇരുന്നിട്ട് ആയുധമേന്തിയ രാജാവിന്റെ പടയാളികളോട് നിരായുധരായിട്ടുള്ള അടിമകൾ ഏറ്റുമുട്ടുമ്പോൾ ആ ഏറ്റുമുട്ടലില് അടിമകൾ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്നത് കണ്ടിട്ട് കൊളോസിയങ്ങളിൽ ഇരിക്കുന്ന ആളുകള്, അന്നത്തെ റോമക്കാരായിട്ടുള്ള ആളുകൾ ആർത്തു ചിരിക്കുന്ന ഒരു സീനുണ്ട്. ഗ്ലാഡിയേറ്റർ, അവരെ ഗ്ലാഡിയേറ്റർമാരെന്നാ പറയാ. ഗ്ലാഡിയേറ്റർ എന്നുള്ള ഇംഗ്ലീഷ് മൂവി അതിനെ ബേസ് ചെയ്തിട്ടാണ്. സത്യത്തില് അവരോടാണ് എനിക്ക് നിങ്ങളെ കമ്പയർ ചെയ്യാൻ തോന്നുന്നത്. നിങ്ങൾ ഈ സെവൻസ് ഫുട്ബോൾ എന്ന കൊളോസിയത്തിൽ ഇരുന്നിട്ട് താഴെയുള്ള നിരായുധരായിട്ടുള്ള പടയാളികള് കളിച്ച് പരിക്ക് പറ്റുമ്പോ അത് കണ്ടിട്ട് നിങ്ങൾ ആർത്തുല്ലസിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് വീണ്ടും. ഇതില് സർക്കാർ സംവിധാനങ്ങൾ വളരെ അടിയന്തരമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് ഇത് കാരണമാവും. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, സെവൻസ് ഫൈവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഓമനപ്പേരിട്ട് വിളിക്കുന്ന കളികള് നിരോധിക്കുക. അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിട്ട് ഇതിന് ശക്തമായിട്ടുള്ള റൂൾസ് കൊണ്ടുവരാം. അക്രമം കാണിക്കുന്ന ടീമിനെ ഗ്രൗണ്ടിൽ നിന്ന് സമ്പൂർണമായും എക്കാലത്തേക്കും ബാൻ ചെയ്യാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറുക. ലാഭം മാത്രം മുന്നിൽ കണ്ടിട്ട് പല തട്ടിക്കൂട്ട് കമ്മിറ്റികളും ഒരിട്ടാവട്ടത്ത് നടത്തുന്ന ഫുട്ബോൾ പേക്കൂത്തുകളാണ് ഈ ഒരു അപകടത്തിന് കാരണം. അതുകൊണ്ട് നമുക്ക് ഇതിനെന്താ ഒരു പരിഹാരമൊന്നുമില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഗ്രൗണ്ടിന്റെ വലിപ്പം കൂട്ടുക. ഗ്രൗണ്ടിന്റെ വലിപ്പം കൂട്ടിയുള്ള മെച്ചെന്താ? ഒരു നല്ല പ്ലെയറിന് അവനവന്റെ സ്കിൽസ് പുറത്തെടുക്കാനുള്ള, ടാലന്റ് പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ മാറ്റും. അല്ലാത്തവൻ ഒന്നുമില്ലാണ്ട് എന്തായി പോവും. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിന്റെ വലിപ്പം കൂട്ടില്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. കമന്റ് ബോക്സിൽ എന്നെ തെറി വിളിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ
എന്താണ് യാഥാർത്ഥ്യമുള്ളത്, എന്താണ് റിയൽ ഫാക്ട് ഉള്ളത് ഒക്കെ നിങ്ങൾ സ്വയം ഒന്ന് റിവീൽ ചെയ്യുക, സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അമൽ ഇൻസ്പയേഴ്സ്. താങ്ക് യു.